സീറോ വാലി എന്ന അമേസിങ് പ്ലേസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിതാ അരുണാചൽ പ്രദേശിലെ സീറോയിലെ വ്ളോഗിയുടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പാമു എലാങ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് കാണാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്. നല്ല തണുപ്പുണ്ട്. പിന്നെ നമ്മൾ അധികം ജാക്കറ്റൊന്നും ഒരുപാട് കവർ ചെയ്യാൻ ഇട്ടുമില്ല. ഇത്രമാത്രം തണുപ്പുണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ടേട്ടോ. അതാണ് സംഭവിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം കാണുമ്പോൾ ഒരുപാടുണ്ടോ എന്നൊക്കെ സംശയിച്ചെങ്കിലും അങ്ങനെ ഒരുപാടൊന്നുമില്ല. നമുക്ക് പോയി എത്തിപ്പെടാം. അങ്ങനെ തണുപ്പായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറുമ്പം നമുക്ക് കുറച്ച് ചൂട് കിട്ടുന്നുണ്ട്. അപ്പോൾ അവസാനം ഞാൻ ഫുള്ളായ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഒരുപാടൊന്നുമില്ല, ഒരു 5-10 മിനിറ്റേ കയറാനുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളത് ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട്. മുകളിലോട്ട് കയറും തോറും തണുപ്പ് കൂടുന്നുമുണ്ട്. ഇപ്പോൾ വ്യൂ പോയിൻ്റ് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു സമയമല്ല ഇവിടെ വരേണ്ടത്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ആ മാസങ്ങളിലാണ് കൂടുതൽ അടിപൊളിയായ വ്യൂ ഇവിടെ ഉണ്ടാവുക. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം അവസാനം വരാൻ ഈ സമയം മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ നിന്ന് പോകലായി. അപ്പം നമ്മൾ ഈ ആസാം വിട്ട് നാട്ടിൽ സെറ്റിലാവാൻ പോവുകയെന്ന്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ടൈമിൽ വന്നത്. അപ്പോൾ ഇനി വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ വരണം. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ വന്നാൽ മാത്രമേ ആ ഇതിൻ്റെ ഭംഗി ശരിക്കും മനസ്സിലാവും. പച്ചപ്പും പൂക്കളും നിറയെ പൂക്കളൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് വ്യൂ പോയിൻ്റ്, ഇതാണ് വ്യൂ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ ഈ സീറോ വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായിട്ടും ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ളവർ എന്തായാലും മസ്റ്റായിട്ടും കറങ്ങാൻ വരേണ്ട സ്ഥലമാണ്. അപ്പോൾ അതിനുശേഷം നമ്മളത് അവിടെ നിന്ന് ഇറങ്ങി അടുത്തൊരു വില്ലേജിലേക്കാണ് പോയിട്ടുള്ളത്. അടിപൊളി കുഞ്ഞി തോടും പിന്നെ നല്ല വയലെല്ലാം ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഇതുവരെ ഈ കൃഷി ചെയ്ത സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഷെഡാണെന്ന് തോന്നുന്നു അവിടെ. പിന്നെ വെച്ചാൽ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ആ വെള്ളത്തിൽ നമ്മൾ മിറർ ഇമേജ് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു ഭയങ്കരമായിരുന്നു കേട്ടോ. അടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഞാൻ അവസാനം കൊടുക്കാം. അതിന് നമ്മൾ മിറർ ഇമേജ് കാണുന്നുണ്ട്. അടിപൊളി സ്ഥലമായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ അരുണാചൽ സീറോ വാലിൻ്റെ ഫെസ്റ്റിവൽ നടക്കുന്ന ഗ്രൗണ്ടാണ് കേട്ടോ. അതായത് ഈ ഒരു സ്റ്റേഡിയം എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു പ്ലേസിൽ, അതായത് ഈ ഓപ്പൺ സ്പേസിലാണ് അവിടെ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നത് എല്ലാ വർഷവും. അപ്പോൾ അവിടെ ഇപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പോയതാണ്. അവിടെയും നല്ല രസമുണ്ടായിരുന്നു കുറേ സമയം ഇരിക്കാനൊക്കെ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഫോട്ടോയിലും വീഡിയോയിലും എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. നല്ല അടിപൊളി. എന്തായിട്ടും ഇവിടെ നോർത്ത് ഈസ്റ്റിലുള്ള ആൾക്കാർ ഇവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാറുണ്ടാ സൂം ചെയ്ത് ഇവിടെ നല്ല രസമായിരുന്നു ആ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ആ ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് പച്ചപ്പിൻ്റെ ഉള്ളിൽ നമ്മളെ കാർ ഇങ്ങനെ വീട്ടിൽ കെട്ടിയപ്പോൾ സൂം ചെയ്തൊരു വീഡിയോയും ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ലേക്കിലേക്കാണ് പോയത്. ഇത് മാൻമെയ്ഡാണ് ഈ ലേക്ക്. അപ്പോൾ അവിടെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഉച്ചയായിരുന്നു സമയം. ഉച്ചയായതുകൊണ്ട് തന്നെ ബോട്ടിങ്ങിലൊന്നും പോകാൻ പറ്റിയില്ല, കാരണം അവരെ ഫുഡ് ടൈമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ബോട്ടിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനും ഇല്ല. നമുക്ക് ആകെ 2 ദിവസം ഒരേരിയ വെച്ചിട്ട് അവിടെ എന്താണ് മാക്സിമം കവർ ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ കറങ്ങാൻ വേണ്ടി പോയത്. ഞങ്ങളവിടെ നിന്ന് കുറച്ച് സമയം ബോട്ടിങ് കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് നല്ല അടിപൊളി റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഓഫ് ഊഞ്ഞാലുണ്ട് കേട്ടോ അവിടെ. ഈ നമ്മുടെ പുഴേൻ്റെ അല്ലെങ്കിൽ ലേക്കാണ്, പുഴയല്ല, ലേക്കിൻ്റെ വ്യൂ. ലേക്കിൻ്റെ മേലെ കൂടിയാണ് ഈ ഊഞ്ഞാൽ ആടാൻ പറ്റുക. അപ്പോൾ നല്ല സുഖമുണ്ട്, കാരണം നല്ല തിരക്കുണ്ട്. തിരക്ക് പറഞ്ഞാൽ ആൾക്കാർ ക്യൂ ആണ് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് മാത്രമായിട്ട് കിട്ടുമൊന്നുമില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടുള്ള ഒരു അവിടെ പേ ചെയ്യണം കേട്ടോ. ഒരു എന്താണ് പിക്നിക് സ്പോട്ടാണിത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അവിടെ ഒന്ന് പോയി. അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെയും ഒരുപാട് ടൈപ്പ് ഊഞ്ഞാലുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മരത്തിനെ കൊണ്ടും ടയർ കൊണ്ടും നമ്മുടെ എന്താ പറയുക ആർട്ടിഫിഷ്യലായിട്ട് ഒന്നുമില്ല, എല്ലാം നമ്മൾ കളയുന്നത് അല്ലെങ്കിൽ നമ്മുടെ മരത്തിൻ്റെ നമ്മൾ പ്രകൃതിയുമായി ഇണങ്ങിയ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ പല പല കുട്ടികൾക്കും വലിയവർക്കൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഫുള്ള് കാട്ടിൽ. അപ്പം ഊഞ്ഞാലുണ്ട്. മാളിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം നമ്മളെ കൂടെ കുട്ടികളൊന്നുമില്ല. അപ്പോൾ അവർക്ക് കുറച്ച് ബോറിങ് ആവുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഇല്ല, നല്ല രസമായിരുന്നു. ഫുള്ള് മരത്തിൻ്റെ. പിന്നെ തണുപ്പ് ഒന്നുകൂടി കൂടി, അതാണ് സത്യം കേട്ടോ. ഓൾറെഡി നല്ല തണുപ്പാണ്, പിന്നെ മരത്തിൻ്റെ ഇടയിലൊക്കെ ആകുമ്പോൾ പിന്നെയും തണുപ്പാണ്. അപ്പോൾ ഒരുപാട് തരം ഊഞ്ഞാലുണ്ടായിരുന്നു. ഊഞ്ഞാൽ പറഞ്ഞാൽ പല പല വ്യൂവിലാണ്. ചിലത് താഴത്തേക്ക്
നമുക്ക് വ്യൂ പോയിൻ്റ് കണ്ടുകൊണ്ടൊക്കെ ഊഞ്ഞാലാടാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. എനിക്കിതിൽ കയറാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കയറിയിട്ടില്ല. മാളുവിന് പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അവളെല്ലാ ഊഞ്ഞാലിലും കയറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഒരുപാട് വില്ലേജുകളാണ് കേട്ടുള്ളത്. ഈ വില്ലേജിലുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് അവർ മൂക്കുത്തിയിൽ മരത്തിൻ്റെ കറുത്ത വലിയ മൂക്കുത്തി ഇവരിട്ടിട്ടുണ്ട്. മൂക്കുത്തി എന്ന് പറയാൻ പറ്റില്ല, അത് ഫോട്ടോ അവരത് എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരാൾ പോലും ഫോട്ടോ ഒന്നും അവർ നമ്മളെ കാണുമ്പോൾ തന്നെ മുഖം കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ചോദിക്കാതെ എടുക്കുന്നതൊന്നും ശരിയല്ലല്ലോ. പിന്നെ ഈ അരുണാചലിൽ തന്നെ ഞങ്ങൾ അക്വേറിയം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് തരം ഫിഷും പിന്നെ അക്വാ സ്പായൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലൈവ് വീഡിയോയും അല്ലാത്ത ഷോർട്സ് വീഡിയോയും ചാനലിലുണ്ട്. അപ്പോൾ അതും കൂടി കാണാൻ മറക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങളുടെ റിട്ടയർഡ് ലൈഫിൻ്റെ എൻജോയ്മെൻറ്റ് യാത്ര ഇവിടെ ആരംഭിച്ച ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ സീറോ വാലിയിൽ നിന്നാണ് ഞങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫിൻ്റെ വെക്കേഷൻ ആഘോഷം ആരംഭിച്ചത്. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ലേറ്റായിപ്പോയി. അതിനിടെ ഒരുപാട് വേറെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പാടില്ല. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.